ഇത്ര എളുപ്പത്തിലൊരു ചിക്കൻ വരട്ട് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കേട്ടോ. സവാള വഴറ്റിയെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈസി ടേസ്റ്റി ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കേട്ടോ. അത് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 750 ഗ്രാം ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ആദ്യം മസാലപ്പൊടികൾ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തീയിലിടണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാലയ്ക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തത്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റേണ്ട, ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ചിക്കനിൽ തന്നെ അത് വേവാനുള്ള വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ കണ്ടോ, വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ആ ഒരു കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയൊരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ കൂടി പച്ച വെളിച്ചെണ്ണ കൂടെ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ കിട്ടില്ല എന്നാണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.